നമസ്കാരം. പരസ്പരം തുടരുന്ന പ്രകോപനങ്ങളിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത് കുവൈത്തിനാണ്. കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ട വിമാന സർവീസുകളിൽ ആശങ്കയിലാണ് നാട്ടിലുള്ളവർ. കുവൈത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖല ഒന്നാകെ ജാഗ്രതയിലാണ്. വെടിനിർത്തലിനും സമാധാന ചർച്ചകൾക്കുമിടയിൽ വീണ്ടും വെടിപൊട്ടിയതിൽ അസ്വസ്ഥരാണ് ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. സൗദി, ഖത്തർ, UAE തുടങ്ങി 8 ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന US സൈനിക താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയുടെ ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങളും ചർച്ചകളെ അപ്രസക്തമാക്കുന്നു എന്നതാണ് ഇറാന്റെ നിലപാട്. ഇതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ഭാവി അപകടത്തിലാകുമോ? ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന മലയാളി സമൂഹത്തിന് അതിയായ ആശങ്കയുടെ ആവശ്യമുണ്ടോ? യുദ്ധത്തിന് പരിഹാരം നീളുമ്പോൾ ഇന്ധന വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനതയുടെ ദുരിതം ഇരട്ടിയാകുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വിദേശകാര്യ വിദഗ്ധൻ കേണൽ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധനായ ശ്രീ താജ് ആലുവ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് കുവൈത്തിൽ ആക്രമണം നടന്നതിന് ശേഷമുള്ള ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ എന്ന് നമുക്ക് വിലയിരുത്താം. അവിടെ നിന്നും ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കുവൈത്തിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ വലിയ ആശങ്കയിലാണ് മലയാളി സമൂഹമുള്ളത്, നാട്ടിലുള്ളവർ ഉള്ളത്. പലർക്കും ടിക്കറ്റ് എടുത്തെങ്കിലും യാത്ര പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അവരവരുടെ വിമാന സർവീസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ശേഷം തീരുമാനങ്ങൾ എടുക്കൂ എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട്. എത്രമാത്രം ആശങ്കയിലാണ് ഇപ്പോൾ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവർ ഉള്ളത്? ഗൾഫ് മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് എന്താണ് കുവൈത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ എന്ന് നോക്കാം. മുഹമ്മദ് റയീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റയീസ്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം ഏതാണ്ട് 11-11:30 കൂടിയാണ് രാവിലെ ഇന്ന് കുവൈത്തിലെ വിമാനത്താവളത്തിൽ ടെർമിനൽ 1-ൽ ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതിൽ നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഗുരുതര പരിക്കുകളോടുകൂടി ആളുകൾ ചികിത്സയിലാണ്. മാത്രമല്ല, അവിടെ പ്രവർത്തിച്ചിരുന്ന നാഷണൽ ബാങ്കിൻ്റെ ശാഖകൾ ആ മേഖലയിൽ പൂട്ടിയിട്ടുണ്ട്. ഒരു അടിയന്തരാവസ്ഥ വിമാനത്താവളത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ടെർമിനൽ 1-ലാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്ന് നേരത്തെ വിവരങ്ങൾ വന്നിരുന്നു. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? എന്താണ് കുവൈത്ത് ഭരണകൂടം ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നത്? എത്ര മാരകമായ നാശനഷ്ടങ്ങളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലും കുവൈത്തിൻ്റെ വിമാനത്താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. അത്തരം ന്യായങ്ങളെ സ്വീകരിക്കാൻ കുവൈത്ത് ഭരണകൂടം തയ്യാറാകുമോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, റയീസ്? ഇറാന്റെ അത്തരത്തിലുള്ള ന്യായങ്ങളെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഈ ഫെബ്രുവരി 28 മുതൽ ഇതുവരെയുള്ള ആക്രമണം, അത് ആദ്യഘട്ടത്തിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലും കുവൈറ്റിലൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒടുവിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇറാൻ ഈ ഘട്ടത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നുണ്ടായത് എന്ന് പറയണം. തന്ത്രപ്രധാനമായ മേഖലകളിൽ നേരത്തെ ആക്രമണം നടത്തിയിട്ടുണ്ടാകാം. ഒപ്പം തന്നെ ഇതിലും കൂടുതൽ ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെയും ആക്രമണം നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു എയർപോർട്ടിൽ ഇത്രയും അധികം ആളുകൾ ഉള്ള സമയത്ത് അവിടെ ടെർമിനൽ 1-ന് നേരെ ആക്രമണം ഉണ്ടാവുകയും അവിടെ വലിയ തരത്തിൽ അപകടം ഉണ്ടാവുകയും ചെയ്ത ഒന്നാണ്. അപ്പോൾ അതിനെ ഏത് തരത്തിൽ ഇറാനെ നീതീകരിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ ഒരു കാഷ്വാലിറ്റി വളരെ കൂടുന്നത് അവിടെ അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ യാത്രക്കാരുണ്ടായിരുന്നു, ഒപ്പം തന്നെ ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത്രയും ആളുകൾ ഉണ്ടായപ്പോൾ നടന്നൊരു ആക്രമണം 63 പേർക്ക്, നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 63 പേർക്ക് ഒരേ ദിവസം ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടമുണ്ടായി. ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഫെബ്രുവരി 28-ന് ഈ ആക്രമണം തുടങ്ങുന്നത് മുതൽ, ഇറാൻ ഗൾഫ് മേഖല ഒന്നാകെ ആക്രമിക്കുന്നത്
മുതൽ ഇങ്ങോട്ട് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ഇറാൻ ഭരണകൂടം ഇതിനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഭീകരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഔദ്യോഗിക കുറിപ്പിൽ തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഒപ്പം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ആക്രമണത്തിന് ഇരയായവരുടെ അവർക്ക് വൈദ്യസഹായം, ഒപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ റഹീസ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. റഹീസ്, ഇറാൻ ഭരണകൂടം എന്ന് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് കുവൈറ്റ് ഭരണകൂടമാണ് അല്ലെ? തീർച്ചയായിട്ടും കുവൈറ്റ് ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ ആ ഒരു വിശദീകരണ കുറിപ്പിൽ അവർ പറയുന്നത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഇന്നത്തെ ദിവസമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ ഗൾഫ് GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നത്. ആ പ്രതികരണവും ഈ ആക്രമണത്തിനെ അപലപിക്കുന്നു. ഇറാനെതിരെ കർശനമായ നടപടി വേണം, ഒപ്പം തന്നെ ഒരു തരത്തിലും ഈ ആക്രമണത്തിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി UAE എടുക്കുന്ന നിലപാട് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ മുന്നോട്ട് വരുന്നത്. അതായത് ഒരു നിലയ്ക്കും ഇറാനെ അംഗീകരിക്കാൻ കഴിയില്ല. GCC രാജ്യങ്ങൾ അവരുടെ ആ കൂട്ടായ്മ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു GCC കൂട്ടായ്മ അത് ഒരു നിലയ്ക്കും ഇറാനെ ശക്തിയുക്തം എതിർക്കാൻ കഴിയുന്ന ഒന്നല്ല, ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ UAE തുടർച്ചയായി ആക്ഷേപമുയർത്തി വിമർശനം ഉന്നയിച്ച്, ഒപ്പം തന്നെ ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് ഒന്നാകെ ഒരു ത്രെറ്റാണ് എന്ന് അടിക്കടി UAE നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ഓരോ ദിവസവും അദ്ദേഹം പല അന്താരാഷ്ട്ര വേദികളിലും അദ്ദേഹത്തിന്റെ എക്സിലും ഒക്കെ കൂടി പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോഴും ഗൾഫ് മേഖലയിൽ നിന്ന് കാര്യമായി ഒത്തൊരുമയോടുകൂടി ശക്തമായ ഒരു നിലപാട് ഉയർന്നു വന്നിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഗൾഫ് മേഖലയിൽ ഒന്നാകെ ആശങ്ക പരത്തുന്നതും അതേസമയം തന്നെ ജാഗ്രത ആവശ്യമായതുമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ന് കുവൈത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. പക്ഷേ ഇനി നമുക്കറിയേണ്ടത്, റഹീസിനറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ കുവൈത്തിലേക്ക് വരാൻ വേണ്ടി കാത്തുനിന്നവരാണ്. മാത്രമല്ല ഈ കണക്ഷൻ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി കുവൈത്തിലെത്തി അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവർ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. വിമാന സർവീസുകൾ, അതായത് ഞാൻ ചോദിക്കുന്നത് ടെർമിനൽ നമ്പർ 1-ന്റെ കാര്യം കൂടിയാണ്. അവിടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഭാഗികമായി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ വിവരങ്ങൾ വന്നിരുന്നു. അത് നമുക്ക് സ്ഥിരീകരിക്കാമോ? ഇപ്പോഴെന്താണ് സ്ഥിതി? GK, ഇതിൽ കുവൈറ്റ് വിമാനത്താവളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആക്രമണങ്ങളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ നാൾ അടച്ചിട്ടുന്ന വിമാനത്താവളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അത് തുറന്നു പ്രവർത്തിച്ചത്. അതിനുശേഷം ടെർമിനൽ 1-ൽ ഇപ്പോൾ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത്രയും ഈ കുവൈറ്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ഓരോ വിശദീകരണ കുറിപ്പിലും വ്യക്തമായി പറയുന്നുണ്ട് എയർപോർട്ടിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ബിൽഡിങ്ങിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഇത്രയധികം പേർക്ക് പരിക്കേറ്റത് മാത്രമല്ല ആ സ്ട്രക്ചറിന് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കുവൈറ്റ് സമ്മതിക്കുകയാണ്, തുറന്നു പറയുകയാണ്. അവിടെ നിന്ന് ഏറ്റവും സ്ഥിരീകരിച്ച കൃത്യമായ വിവരം ലഭിക്കുന്നത് ഒന്നാമത്തെ ടെർമിനൽ അത് തുറന്നിട്ടില്ല, അത് തുറക്കാൻ സമീപ സമയത്ത് കഴിയില്ല. അത് മണിക്കൂറുകളെന്നോ ദിവസങ്ങളെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു യുക്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ദിവസങ്ങളോളം പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഈ ദിവസമെങ്കിലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത്തരത്തിലുള്ള കേടുപാടുകൾ സ്ട്രക്ചറിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ടെർമിനൽ 1-ന്റെ കാര്യത്തിൽ അത് പ്രവർത്തന രഹിതമാണ്, അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ബാങ്ക് ഓഫ് കുവൈത്ത് അതിന്റെ ശാഖകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് റഹീസ്. മാത്രമല്ല, ഈ 1-ാം നമ്പർ ടെർമിനൽ നമ്പർ 1-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടേക്ക് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ നെറ്റ്വർക്ക് നടക്കുന്നത് ടെർമിനൽ നമ്പർ 1-ലാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തനയോഗ്യമല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാനോ ഇന്ത്യയിലേക്ക് വിമാന സർവീസുകളോ ഇപ്പോൾ ഉണ്ടാകില്ല എന്നാണല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും GK. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ, കേരളത്തിൽ നിന്ന് പോകുന്നവർ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ 4-ാം ടെർമിനലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് 4-ാം ടെർമിനലാണ്. പക്ഷേ അത് അന്താരാഷ്ട്ര സർവീസുകൾ അധികം നടത്താത്ത ടെർമിനലാണ്. ഒപ്പം തന്നെ ഈ കുവൈറ്റ് എയർവേസ് പോലെയുള്ള എയർവേസുകൾ മാത്രം ഓപ്പറേഷൻ നടത്തുന്ന
ചില ടെർമിനലുകളാണ്. അപ്പോൾ ചില എയർലൈനുകൾ, ഏതാണ്ട് എല്ലാ എയർലൈനുകളും തങ്ങൾ ഇന്നത്തെ ദിവസം സർവീസ് നടത്തുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇൻഡിഗോ ഒക്കെ ഒരു പടി കൂടി കടത്തി 4-ാം തീയതി വരെ സർവീസ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഓരോ എയർവേസും അവർ ഏത് തരത്തിലാണ് ഇനിയുള്ള നാളത്തെ ദിവസവും മറ്റന്നാളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകും. പക്ഷേ 1-ാം ടെർമിനൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. 4-ാം ടെർമിനൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ 4-ാം ടെർമിനൽ ഏതാണ്ട് ആഭ്യന്തര സർവീസുകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ, പ്രധാനമായിട്ടും ഈ കുവൈറ്റ് എയർവേസിന്റെ സർവീസുകൾ, അത് മാത്രമാണ് നിലവിൽ നടത്തിപ്പോകുന്നത്. അങ്ങനെയാണ് എയർപോർട്ട് ഭാഗികമായി തുറന്നു എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഈ 4-ാം ടെർമിനലിനെ കേന്ദ്രീകരിച്ചാണ്. അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഇത് തുറന്നു എന്ന് പറയുന്നത്. അപ്പോൾ 4-ാം ടെർമിനൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യക്കാർക്കും ഈ മലയാളികൾക്കും കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ എത്ര കണ്ട് സഹായകരമാകും എന്നുള്ളതിൽ സംശയമുണ്ട്. എയർലൈനുകൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് അവസാന നിമിഷം വരെ അപ്ഡേറ്റുകൾ നോക്കുക, അപ്ഡേറ്റുകൾ നോക്കിയിട്ട് മാത്രം വിമാനത്താവളത്തിലേക്ക് വരിക, അത് ഓരോ അരമണിക്കൂറിലും പരിശോധിക്കുക. വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപും ഏതെങ്കിലും തരത്തിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് അടിക്കടി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം മറ്റൊരു വിവരം റഹീസ്, ചില വിമാനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ പാതി വഴിയിൽ നിന്ന് തിരിച്ചുപോയി എന്നും IX393 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടില്ല എന്നുമൊക്കെയുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാനൊന്ന് ഗൂഗിളിലേക്ക് പോയ ശേഷം 1-2 വിവരങ്ങൾ കൂടി റഹീസ് നമുക്ക് ഈ ഗൾഫ് മേഖലയിൽ നിന്നും കിട്ടേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഗൂഗിൾ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വിമാനം പാതി വഴിയിൽ സർവീസ് നിർത്തി മടങ്ങി എന്നൊരു വിവരം നേരത്തെ വന്നിരുന്നു. IX393 എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ചില സർവീസുകൾ കോഴിക്കോട്ട് നിന്ന് റദ്ദാക്കിയിട്ടുണ്ട് എന്നും അറിയുന്നു. യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കെത്തി മുടങ്ങിപ്പോയ ആളുകൾ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ എന്തൊക്കെ നൽകാനുണ്ട് ഗൂഗിൾ? ഏതൊക്കെ സർവീസുകൾ റദ്ദാക്കി എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം കൈവശമുണ്ടോ? ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളൊക്കെ രൂക്ഷമായിരുന്ന പശ്ചാത്തലത്തിൽ ഏറെ നാളായി കുവൈറ്റിലേക്കുള്ള സർവീസുകൾ മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നാണ് അതിൻ്റെ സർവീസ് പുനരാരംഭിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു സർവീസ് മാത്രമായിരുന്നു കുവൈറ്റിലേക്ക് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ക്രമീകരിച്ചിരുന്നത്. അത് രാവിലെ 7:30 ഇവിടുന്ന് പുറപ്പെട്ട് 11:30 അവിടെ എത്തുന്ന സർവീസായിരുന്നു. അതാണ് പാതി വഴിയിൽ മുടങ്ങിയത്. അതിൽ ഏകദേശം 158 ആളുകളുണ്ടായിരുന്നു. 150 യാത്രക്കാരും 8 ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ വിമാനത്താവളത്തിന് നേരെ അക്രമം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ വിമാനം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു സർവീസും ഇവിടെ നിന്ന് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. അത് വൈകിട്ട് 7:00 എത്തേണ്ടതാണ്. ഈ അക്രമം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് കൂടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തിച്ചേരാതെ തിരികെ വരേണ്ടി വരികയും ചെയ്തിരുന്ന യാത്രക്കാരൊക്കെ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 5-ാം തീയതിയാണ്, മറ്റന്നാളാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം സർവീസ് കമ്പനികൾ പറയുന്നില്ല. നാളെ സർവീസുകളൊന്നും തന്നെ ഇല്ല. ഏറെ നാളുകൾക്ക് ശേഷം ഇന്നായിരുന്നു ഇവിടെ നിന്ന് സർവീസ് പോകേണ്ടിയിരുന്നത്. അതാണ് ഈ രീതിയിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ പെരുന്നാൾ അവധിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയ ആളുകൾ, യാത്രക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾ തിരിച്ചു പോവുകയും അവരുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അവിടെ പ്രവേശിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അവരുടെ കാര്യങ്ങൾ ഇനി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ പറയുന്ന ടിക്കറ്റ് റീഫണ്ട് ചെയ്യുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ പ്രതിസന്ധി, യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊന്നും തീരുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജീവിതവുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയധികം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ എയർപോർട്ടിനകത്തേക്ക് ഒരു പ്രവേശനമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെയൊക്കെ സംഘർഷം രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ നമ്മൾ അകത്തേക്ക് പോവുകയും യാത്രക്കാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ തേടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു പ്രവേശനത്തിന് വിലക്കുണ്ട്. അങ്ങോട്ടേക്ക് പോയി യാത്രക്കാരിൽ നിന്ന് പ്രതികരണം തേടുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെർമിനൽ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മാത്രമല്ല, കൊച്ചിയിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 2 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. IX439 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തന്നെ വിമാനമാണ്. അതാണ് റദ്ദാക്കിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ 11:30 പുറപ്പെടേണ്ടതായിരുന്നു. അതും പോയിട്ടില്ല, ക്യാൻസലാക്കിയിട്ടുണ്ട്. ഇൻഡിഗോയുടെ ഒരു വിമാനം കൂടി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇൻഡിഗോയുടെ ഒരു വിമാനം കൂടി റദ്ദാക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു
വന്നിട്ടുള്ളത്. ഇതെന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി പ്രവാസികൾക്ക് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഏറെ നാളായിട്ടുണ്ടായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, യുദ്ധം മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ യുദ്ധഭീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നമ്മുടെ നാട്ടുകാർ, പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടിരുന്നു. അത് തിരികെ വരുന്നു, വ്യോമയാനമൊക്കെ നേരെയാവുന്നു, വിമാനത്താവളങ്ങളിലേക്കൊക്കെ യാത്രകൾ അനുവദിക്കുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഇപ്പോൾ അവിടെ വീണ്ടും ഒരു അക്രമം ഉണ്ടാവുകയും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ മാത്രമാണ് അതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പ്രവാസികൾ ഉള്ള ഒരു ജില്ലയാണ്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വ്യോമ ഗതാഗതം എന്ന് പറയുന്നത്. അത് ഉടനടി പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമായി മാറുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അക്രമമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതെങ്ങനെ തീർക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഏതായാലും കരിപ്പൂർ വിമാനത്താവളത്തിനകത്ത് കയറി അവിടെ യാത്രക്കാർ ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം നേരിട്ടെത്തിക്കാൻ നിർഭാഗ്യവശാൽ നമുക്ക് കഴിയുന്നില്ല. അതിന് കാരണം നിയന്ത്രണങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ഗൂഗിൾ കെ വേണുഗോപാൽ അവിടെ ഉണ്ടെങ്കിലും ഗൂഗിളിനകത്ത് കയറാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. ഇതിനു മുൻപും യാത്രക്കാർ നേരിട്ട ദുരിതങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ നേർപ്രതികരണങ്ങൾ എത്തിച്ച സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഏതായാലും ആ ടെർമിനലിന് പുറത്ത്, വിമാനത്താവളത്തിന് പുറത്തു നിന്നും ഗൂഗിൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്യാൻസലാക്കിയ, റദ്ദാക്കപ്പെട്ട വിമാനങ്ങളെക്കുറിച്ചുള്ള, സർവീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഇത് എത്ര വലിയ ദുരിതമാണ് യാത്രക്കാർക്ക് സൃഷ്ടിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അവർക്ക് ജോലി സ്ഥലങ്ങളിൽ കൃത്യസമയത്ത് എത്തേണ്ടതായിട്ടുണ്ടാകും. ഇവിടെ നിന്നും അവിടെ പലവിധ ആവശ്യങ്ങൾക്കായി പോകുന്ന ആളുകൾ അവരുടെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരിക്കുന്നു. മറ്റൊന്ന്, കുവൈത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കാൻ നിന്ന ആളുകളുടെ കാര്യമാണ്. ചികിത്സയും അതോടൊപ്പം തന്നെ മറ്റ് വീട്ടിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കും വേണ്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്ന ആളുകൾക്കാണ് ഇന്നത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്ര മുടങ്ങിപ്പോയിരിക്കുന്നത്. ഏതായാലും ടെർമിനൽ 1 ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. ടെർമിനൽ 1 കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1-ാം ടെർമിനൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. അത് പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നാണ് മുഹമ്മദ് റഹീസ് പറയുന്നത്. ഒറ്റ കാര്യം കൂടി റഹീസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടി അവിടെ എത്തുന്ന ആളുകളുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഇപ്പോൾ UAE-ലെയും ഒമാനിലെയും ഖത്തർ, ഇങ്ങനെ അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ധാരാളം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് കുവൈത്തിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവരുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? അതിനെന്തെങ്കിലും ബദൽ മാർഗങ്ങൾ ഉണ്ടോ? നിലവിൽ ഓരോ എയർലൈൻസുമാണ് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം കുവൈറ്റിന്റെ വിവിധ അതോറിറ്റികൾ ഈ GCC രാജ്യങ്ങളിലെ വിവിധ അതോറിറ്റികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഭരണാധികാരികൾ മാത്രമല്ല, ഓരോ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവരും, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഓരോ അതോറിറ്റികളും മറ്റു രാജ്യങ്ങളിലെ അതോറിറ്റികളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നേരത്തെ ഇങ്ങനെ കുവൈറ്റ് വിമാനത്താവളത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് വേഗം അടയ്ക്കേണ്ടി വന്നപ്പോൾ മറ്റ് രാജ്യങ്ങളോട്, UAE അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞിരുന്നത് അവിടുത്തെ എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണവും വേണ്ട സൗകര്യങ്ങളും ഒക്കെ ഒരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴും കാര്യങ്ങൾ ഏതാണ്ട് ആ തരത്തിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഓരോ രാജ്യങ്ങളോടും ഈ കുവൈറ്റ് സംസാരിച്ചിട്ട് ആ രാജ്യങ്ങളിൽ ഈ എയർലൈൻസ് മുഖേന അല്ലെങ്കിൽ അവിടുത്തെ വിവിധ അതോറിറ്റി മുഖേന, പ്രത്യേകിച്ച് ഈ ടൂറിസം വകുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് UAE നിരവധി വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറിപ്പുകളൊക്കെ ഇപ്പോൾ നൽകുന്നുണ്ട്. അങ്ങനെ സഹായം തേടാമെന്നുള്ള കുറിപ്പുകൾ ഓരോ രാജ്യങ്ങളും ഇപ്പോൾ വാർത്താക്കുറിപ്പുകളും ഒക്കെ ഇങ്ങനെ പുറത്തിറക്കുന്നുണ്ട്. എക്സ് പോസ്റ്റുകളൊക്കെ നിരവധി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സഹായം തേടി മറ്റൊരു രാജ്യത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇവരുടെ ഓപ്ഷൻ. കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരമാണ്. എന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഏതാണ്ട് പൂർണ്ണമായും സർവീസുകൾ മുടങ്ങുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കുവൈറ്റ് വിമാനത്താവളത്തിൽ ഉള്ളത്. അതിൽ ഇത്തരത്തിൽ ഒരു 2-3 എയർലൈനുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊന്നും ഇല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള രാജ്യങ്ങളിലുള്ളവർ അവർ ആ രാജ്യങ്ങളിൽ തന്നെ തുടർന്ന് ഇന്ന് ആ രാജ്യങ്ങളിൽ തന്നെ തങ്ങി ഏതാണ്ട് 1-ാം ടെർമിനലിന്റെ പണി കൂടുതൽ പൂർത്തിയാക്കിയ ശേഷം മാത്രം, അറ്റകുറ്റപ്പണികൾ മുഴുവൻ തീർത്തതിനു ശേഷം മാത്രമേ ഫ്ലൈറ്റുകൾ അനുവദിക്കുകയുള്ളൂ. ഏതായാലും ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് കുവൈത്ത് ഭരണകൂടം. അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1-ാം ടെർമിനൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നടക്കുന്നത് 1-ാം ടെർമിനലാണ്. സ്വാഭാവികമായും നാട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. കേണൽ എസ് ഡിന്നി, റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, അതോടൊപ്പം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ്, അതോടൊപ്പം താജ് ആലുവ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അതിഥികളോട് ഞാൻ ഒരു വാക്ക് പറയാനുള്ളത്, വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ചെലവഴിച്ചത്. അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് വരാമെന്ന് കരുതി. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്, ഈ യുദ്ധം അനന്തമായി നീളാൻ പോവുകയാണോ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയിൽ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടി വരിക, അത് നമ്മുടെ നാട്ടിൽ എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുക. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അതിഥികളിലേക്ക് ഞാൻ വരും വളരെ പെട്ടെന്ന്. ഈ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നു. കേണൽ ഡിന്നി,
ഗൾഫ് മേഖലയിലെ 8 ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇതുവരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ. അതിൽ നിന്ന് ഭിന്നമായി ഇന്നാദ്യമായി കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാർ തിങ്ങി നിൽക്കുന്ന ടെർമിനൽ 1-ൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ കൊല്ലപ്പെട്ട ഒരു ഇന്ത്യക്കാരനാണ്. ഇത് എത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ ശക്തമായ പ്രതിരോധം ഇറാൻ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇതിൻ്റെ ഫലമായി ഉണ്ടാകുമോ? ഇന്ത്യ എന്ന രാജ്യം ഈ കാര്യത്തിൽ ഇനി ഒരു പുതിയ സമീപനം സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടോ? ശ്രീ ഗോപി, ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മളൊരു കാര്യം പറയാറുണ്ട്. അതായത് നോ വാർ നോ പീസ്. അവിടെ ഒരു എപ്പോഴും യുദ്ധം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഉള്ള ആക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നോ വാർ നോ പീസ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇന്നിപ്പം നമ്മൾ ഈ ഗൾഫ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അതേപോലത്തെ ഒരു സിറ്റുവേഷനായി മാറിയിട്ടുണ്ട്. അവിടെയും നോ വാർ നോ പീസ് ആൻഡ് നോ ഡീൽ എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കുറച്ച് ദിവസത്തേക്ക് സമാധാനം കാണും. പെട്ടെന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡ്രോൺ അറ്റാക്ക് ഒക്കെ വരുന്നു. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായിരിക്കും ആദ്യം തുടങ്ങിയത്, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്ത് കാണും. അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരുമ്പം ഒരു സമാധാനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എങ്കിൽ ഫുൾ സ്കെയിൽ ഒരു യുദ്ധം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇപ്പം ഇവിടെ ഈ കുവൈത്തിനെ അവർ ടാർഗറ്റ് ചെയ്യുന്ന വളരെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട്. എന്തുകൊണ്ട് കുവൈത്ത് ആൻഡ് ബഹ്റൈനെ മാത്രം ടാർഗറ്റ് ചെയ്തു? ഇപ്പോൾ കുവൈത്തിനെ സംബന്ധിച്ചുള്ള കുവൈത്തും ഇസ്രയേലുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. കുവൈത്ത് അബ്രഹാം അക്കോർഡ്സിലൊന്നും സൈൻ ചെയ്തിട്ടില്ല. കുവൈത്തിൻ്റെ US-ൻ്റെ അങ്ങ് പറഞ്ഞ പോലെ US-ൻ്റെ എയർബേസിലല്ല അവർ ഡ്രോൺ അറ്റാക്ക് ചെയ്തത്. അവർ കൃത്യമായിട്ട് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സിവിലിയൻസ് ഒക്കെ ഉള്ള സ്ഥലത്തുള്ള എയർപോർട്ടിലാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ബഹ്റൈനിൽ നമ്മൾ കണ്ടു. അത് ചെയ്യുന്നത് അവർ വലിയ രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ സൗദി അറേബ്യ അങ്ങോട്ട് ആ രീതിയിലേക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ രാജ്യങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതായത് ഇറാൻ്റെ അതായത് US-ൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് ഏത് രീതിയിലുള്ള ഒരു അറ്റാക്ക് വന്നാലും അതിന് തിരിച്ചടിക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് അവർ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ തന്നെ ഒരു ഭാരതീയൻ ഇന്ന് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഈ എയർപോർട്ടിന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുപോലെ തന്നെ ഇതൊരു മീഡിയ ഗ്ലോബൽ കവറേജ് ഒക്കെ രീതിയിലേക്കൊക്കെ വരും. അപ്പോൾ ഇറാൻ എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ US-ൻ്റെ ഈ ഒരു കാര്യം ഇന്നിപ്പം നേരത്തെ 2 ദിവസമായിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞത്, അതായത് പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ന്യായീകരണവും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു വശത്ത് US പറയുന്നുണ്ട് ഞങ്ങൾ ടോക്സ് ചെയ്യുകയാണ്, ഞങ്ങൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പല പ്രാവശ്യം പറയുന്നത്. അതേ സമയത്ത് തന്നെ അറ്റാക്കും ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പീസിലേക്ക് പോകുന്നതെന്നുള്ള യാതൊരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ കോറായിട്ടുള്ള ചില കാര്യങ്ങളിനകത്ത് ഒരു ധാരണയും ഇതുവരെ നമ്മൾ കണ്ടില്ല. അതിൻ്റെ നമ്പർ 1 ന്യൂക്ലിയർ ഇഷ്യൂ തന്നെയാണ്. ട്രംപ് പറയുന്നുണ്ട്, അതായത് എന്ത് കാരണവശാലും ശരി ഇറാനിന് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പാടില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ കാപ്പബിലിറ്റി പാടില്ല. അതിനകത്ത് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും അവർ സമ്മതിക്കുന്നില്ല. ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാപ്പബിലിറ്റി അതും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ആ രീതിയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, അവിടാണല്ലോ ഏറ്റവും വലിയ തർക്കം വരുന്നത്. ആ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കൺട്രോൾ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം എന്നുള്ള രീതിയിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് നേവൽ ബ്ലോക്കേഡ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു സൊല്യൂഷനോ ഒരു രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം നമുക്കറിയാം ഹെസ്ബുല്ല ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രശ്നം. ഈ പ്രശ്നം തന്നെ അതിൻ്റെ ഒരു തുടക്കം അവിടെ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇസ്രായേൽ ഏകദേശം അവർ കഴിഞ്ഞ 25-26 വർഷത്തിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ലെബനനിലേക്ക് പോയ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഡൊണാൾഡ് ട്രംപ് തന്നെ ഹലോ കേൾക്കുന്നുണ്ടോ? ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് വളരെ ടഫായിട്ട് സംസാരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് വരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ പോയി ബെയ്റൂത്തിനെ ഒന്ന് അറ്റാക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേഷൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് പോലും ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എത്രമാത്രം നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതിനകത്ത് വലിയ ഒരു പ്രോബ്ലം ഉണ്ട്. നേരത്തെയും നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട്. കാരണം ഇപ്പം തന്നെ പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കൂ. പാകിസ്ഥാൻ അവിടെ ഒരു മെസ്സഞ്ചറിൻ്റെ റോൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. അതായത് ഇറാൻ എന്തെങ്കിലും പറയുന്നു, ആ മെസ്സേജ്
US കൊടുക്കുന്നു, US എന്തെങ്കിലും പറയുന്നു, ആ മെസ്സേജ് ഇറാനിന് കൊടുക്കുന്നു. അതിനകത്ത് തന്നെ US-ന്റെ പല ആളുകളും പാകിസ്ഥാൻ്റെ ഈ ഡബിൾ ആയിട്ടുള്ള ഗെയിം കളിക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ള ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനെ ഇന്ത്യക്ക് വലിയൊരു റോൾ ഈ സമയത്ത് അവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആൻഡ് ഇന്ത്യ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും ഇല്ല. കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ് ഒരു നോൺ ഇൻ്റർഫറൻസ്. അതായത് ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അവർ തന്നെ സംസാരിച്ച് ചെയ്യണം എന്നുള്ള ഒരു എപ്പോഴും നമ്മൾ ഒരു ഫോറിൻ പോളിസി നയം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ എന്റെ ചോദ്യത്തിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഗൾഫ് മേഖലയിൽ കഴിയുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ കരുതലോടുകൂടി ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട സന്ദർഭമായില്ലേ എന്നായിരുന്നു. മനസ്സിലായി ശ്രീ ഗോപി. ആ രീതിയിലുള്ള ഡെഫിനറ്റ്ലി നമ്മൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ, അതായത് ഇപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം UAE അറ്റാക്ക് നടന്നപ്പോഴും നമുക്കറിയാം, നമ്മൾ അവിടുത്തെ ഭരണാധികാരികളോട് സംസാരിച്ചു. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് അവിടുത്തെ ആ ഭരണാധികാരി ബാക്കി എല്ലാ ജനതയ്ക്കും. അത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളപ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇടപെടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇടപെടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ഇറാഖ്, ജോർദൻ, ബഹ്റൈൻ, ഒമാൻ ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളിലൊക്കെയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായി തന്നെ അവർ ഈ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇറാൻ്റെ ഇതുവരെയുള്ള പ്രത്യാക്രമണങ്ങൾ. പക്ഷേ ഇപ്പോൾ കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് കുവൈത്ത് എന്ന രാജ്യത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായല്ലേ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഇതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതിരോധവും ഒരു പ്രതികരണവും യഥാർത്ഥത്തിൽ ഈ സംഭവത്തോടു കൂടി ഉണ്ടാകാൻ സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒരു ഭാഗത്ത് നടക്കുന്ന സമാധാന ശ്രമങ്ങളും കൊണ്ടുവന്നിട്ടുള്ള വെടിനിർത്തൽ കരാറിനുമൊക്കെ അപ്പുറത്തേക്ക് കുറെ കൂടി സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? കാരണം ഏത് ഇടങ്ങളിൽ യുദ്ധമുണ്ടായാലും ഏതിടത്ത് സംഘർഷമുണ്ടായാലും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുപറ്റി? താങ്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? പൂർണ്ണ രൂപം കിട്ടുന്നില്ല. അവസാന ഭാഗം എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് കേൾക്കാം. ശരി, പറഞ്ഞോളൂ. ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി. യഥാർത്ഥത്തിൽ ഇത് ഇറ്റ്സ് എ 2-dimensional ഇഷ്യൂ. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായി ഇറാനിയൻ ആക്രമണത്തിന് വിധേയമാകുന്നു. അങ്ങനെയെങ്കിൽ കുവൈറ്റ് ആക്രമണ വിധേയമായി, ഇപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ബഹ്റൈൻ ആക്രമണ വിധേയമായി, അമേരിക്കൻ കപ്പൽപ്പടയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മനാമയിൽ ആക്രമിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കരുതാവുന്നത്. അമേരിക്കയെ ആക്രമിച്ചു എന്നല്ല, ഇൻഡിവിജ്വൽ ഗൾഫ് കൺട്രീസിനെ ഇറാൻ ആക്രമിച്ചു എന്ന ഒരു നറേറ്റീവ്, അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് കാണാൻ ആവുമോ? അതാണ് ഒരു ഡയമെൻഷൻ. മറ്റൊരു ഡയമെൻഷൻ, ഈ രാജ്യങ്ങൾ അമേരിക്കൻ സേനയ്ക്ക് താവളമൊരുക്കിയിരിക്കുന്നു. 8 GCC 8 രാജ്യങ്ങൾക്ക്, ഈ മേഖലയിലുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള 8 രാജ്യങ്ങളിൽ 19 ചെറുതും വലുതുമായ അമേരിക്കൻ താവളങ്ങളാണുള്ളത്. വ്യോമതാവളങ്ങൾ, നാവിക താവളങ്ങൾ, മറ്റ് സൈനിക താവളങ്ങൾ എല്ലാം. ഇതെല്ലാം തന്നെ ആക്രമണ വിധേയം ആവും. ഒരു യുദ്ധമാവുമ്പോൾ നേരിട്ട് അമേരിക്കൻ മെയിൻലാൻഡിൽ ചെന്ന് ഇറാൻ ആക്രമണം നടത്താവുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അമേരിക്കൻ പ്രസൻസ് ആ മേഖലയിൽ എവിടെയെല്ലാം ഉണ്ടോ, ഇവിടെ നിന്നെല്ലാമാണോ തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നത്, ആ ഭാഗത്തേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ 2 രീതിയിൽ ഇതിനെ കാണാം. ഇതൊരു മേഖല യുദ്ധമായി വരുന്നു. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇസ്രയേലും ഇറാനും അമേരിക്കയും മാത്രമല്ല, ഓൾ ദി പേർഷ്യൻ ഗൾഫ് കൺട്രീസ്, ആ റീജിയനിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി മാറുന്നു. അതേപോലെ ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഇന്ത്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, ഓയിൽ റിസോഴ്സ് ആ ഭാഗത്തു നിന്ന് സോഴ്സ് ചെയ്യുന്ന രാജ്യങ്ങളും ഇൻഡയറക്ട്ലി സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കാലാവധിയിൽ വന്നിരിക്കുന്ന എസ്കലേഷനെ നമ്മൾ ഡീസൈഫർ ചെയ്യേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. എന്തുകൊണ്ട് ആ എസ്കലേഷൻ ഇപ്പോൾ സംഭവിക്കുന്നു? ഒരു പൊളിറ്റിക്കൽ വില്ല് ഇവിടെ ഇല്ല. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഇറാനും ഉണ്ടാകുന്നില്ല, അമേരിക്കയ്ക്കും ഉണ്ടാകുന്നില്ല, ഇസ്രയേലിന് ഒട്ടും ഉണ്ടാകുന്നില്ല.
അപ്പോൾ ആ ഒരു ഫെൽറ്റ് നീഡിൽ നിന്നാണ് വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടത്. 2 വിട്ടുവീഴ്ചകൾ പരസ്പരം ഉണ്ടാകേണ്ടതാണ്. ഒരു വിട്ടുവീഴ്ച ഹോർമൂസ് അടച്ചുകൊണ്ടുള്ള ഇറാൻ്റെ ആ ഒരു നിലപാടിൽ മാറ്റി ഹോർമൂസ് ഇതാ തുറന്നു വന്നിരിക്കുന്നു. സ്വാഭാവികമായി അടുത്ത നിമിഷം തന്നെ, അല്ലെങ്കിൽ ഏതാണ് ആദ്യമെന്ന് പറയാനാവില്ല, ഒന്നുകിൽ ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുക, താൽക്കാലികമായെങ്കിലും പിൻവലിക്കുക, ഹോർമൂസ് ഇറാൻ തുറക്കുക, അമേരിക്ക ഹോർമൂസിലുള്ള അമേരിക്കയുടെ ഉപരോധം അവസാനിപ്പിക്കുക. അതാണ് ആദ്യത്തെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ. ആരാദ്യം വഴങ്ങും എന്നതാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ചോദ്യം. അതിനുശേഷം മാത്രമേ ആത്യന്തികമായ പാരമൗണ്ട് ഇഷ്യൂ, അത് ന്യൂക്ലിയർ ഇഷ്യൂ ആണ്. ഇറാൻ്റെ ന്യൂക്ലിയർ ആഴ്സണൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് വൈൻഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിൽ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം 440 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതെങ്കിലും രാജ്യത്ത് കൈമാറുക, അല്ലെങ്കിൽ അത് തന്നെ ഇവിടെ തന്നെ അതിനെ ഒന്ന് ഡിസ്മാൻറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് കൈമാറുക. ഇതാണല്ലോ പ്രപ്പോസൽ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാൻ എക്കാലത്തും ഒരു മേഖലാ കാഴ്ചപ്പാടാണ് ഇറാൻ്റെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ലെബനനിൽ തുടർച്ചയായി ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, അതിക്രമങ്ങൾ, ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന മട്ടിൽ ലെബനൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് ജനറലായും, അല്ലെങ്കിൽ ബെയ്റൂട്ട് നഗരത്തിൻ്റെ തെക്കൻ ഭാഗത്തെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലെ പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായ അറ്റാക്കാണ്. അപ്പം ലെബനനുമായി ഒരു വെടിനിർത്തലുണ്ട് ഇസ്രായേലിന്, പക്ഷെ അത് നിരന്തരം ലംഘിക്കപ്പെടുന്നു. ഇപ്പോൾ പൂർണ്ണ യുദ്ധ ഒരു അന്തരീക്ഷമാണ്. ഇത് ഇറാൻ എപ്പോഴും ലിങ്ക് ചെയ്ത് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് നല്ല 2 വർത്തമാനം പറഞ്ഞത്. അതുകൊണ്ടാണ്, താങ്കളാണ് മിസ്റ്റർ നെതന്യാഹു, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീണ്ടു പോകേണ്ടത് ആവശ്യമാണ്, പക്ഷേ എൻ്റെ മുഖമാണ് നഷ്ടപ്പെടുന്നത്. താങ്കളുടെ രാജ്യം അവിടെ ഒറ്റപ്പെടുകയാണ്, കൂടുതൽ ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ കാഴ്ചപ്പാടനുസരിച്ച് നിന്നു കൊടുക്കാൻ ഇസ്രായേലും തയ്യാറാവുന്നില്ല. ഇത് സാഹചര്യം സങ്കീർണമാക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ഖഷം ഐലൻഡ് ആക്രമണ വിധേയമാക്കണം. അതൊരു വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം ഖഷം ഐലൻഡ് ആക്രമണ വിധേയമായില്ല എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. കാരണം പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ ദ്വീപാണ് ഇറാൻ്റെ കൈവശമുള്ള 100 കണക്കിന് ചെറുതും വലുതുമായ ദ്വീപുകളിൽ ഏറ്റവും വലുതാണ്. 1500 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഏതാണ്ട് 1.5 ലക്ഷം ജനങ്ങൾ പാർക്കുന്ന വളരെ തന്ത്രപ്രധാനമായ സ്ഥലമായ ഈ ഹോർമൂസ് കടലിടുക്കിന് അഭിമുഖമായി ഇറാൻ്റെ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഐലൻഡാണ്. അവിടെ നിന്നും അവിടെ തുരങ്കങ്ങളുണ്ട്, മിസൈൽ സിറ്റീസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല അവിടെ ഡ്രോണുകൾ വായിക്കാൻ തക്ക ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്ക ഒരു കപ്പലിനെ, ഒരു എണ്ണ ടാങ്കറിനെ, ഏർലി മോർണിംഗ് ഒരു എണ്ണ ടാങ്കറിനെ, ഇറാനിലേക്ക് പോയ എണ്ണ ടാങ്കറിനെ ആക്രമിക്കുന്നതിലാണ്, അതാണ് ആ ഒരു തീപ്പൊരി വീണിരിക്കുന്നത്. അവിടെ നിന്നും ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഖർഷ് ഐലൻഡിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നെ നടന്നത് രണ്ട് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ സോഫ്റ്റ് ടാർഗറ്റ് തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഏറ്റവും, ഇറ്റ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്, ഗോപികൃഷ്ണൻ. അതായത് ഒരു സൈനിക താവളങ്ങളെ ആക്രമിക്കുന്ന മനസ്സിലാക്കാം, 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ ആക്രമിക്കുന്ന മനസ്സിലാക്കാം. പക്ഷേ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ദേ ആർ ലൈക്ക് സിറ്റിംഗ് ഡക്സ്. ഒരു വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടാവും. പക്ഷേ സോഫ്റ്റ് ടാർഗറ്റ് ആക്രമിക്കാനാണ് ഇറാൻ മുതിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇറാനിലെ സോഫ്റ്റ് ടാർഗറ്റ് ആക്രമിക്കാനാണ് അമേരിക്ക മുതിരുന്നത് എങ്കിൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് ആ രീതിയിൽ പോകാതെ, ഒരു ടോക്കിംഗ് മോഡിൽ നിന്നും പിന്മാറാതെ, ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ അതിനെ വേണ്ട രീതിയിൽ അതൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുകയും ചർച്ചയിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയും ചെയ്യണം. പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുകയല്ലേ, അതിനൊരു അവസരം കൊടുക്കണം. കാരണം ഇപ്പോൾ ട്രംപ് അയച്ച ഇറാൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അത് ഇപ്പോൾ തിരിച്ചയച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടുതൽ കർശനമാക്കുകയാണ്. അതായത് ഉപാധികൾ കൂടുതൽ കർശനമാക്കുക വഴി ഒരു ധാരണയിലെത്താനുള്ള അന്തരീക്ഷം പൂർണ്ണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഒരുപക്ഷെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി, അല്ലെങ്കിൽ പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി ആ മേഖല മാറും. അതുകൊണ്ട് ഉണ്ടാകാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തട്ടുകേട് അത് പരിഹരിക്കാനാവാത്ത ഒന്നായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ ഒരു റിസഷനിലേക്ക് പോലും പോകത്തക്ക രീതിയിൽ അവിടെ നിന്നുള്ള വിഭവങ്ങളുടെ നീക്കം, ചരക്ക് നീക്കം, ലോജിസ്റ്റിക്കൽ മൂവ്മെൻറ്റ് അത് തടയപ്പെട്ടാൽ
അത് ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം കൂടെ ശ്രീ കേണൽ ഡിന്നിയോട് ചോദിച്ചിരുന്നു ഗോപികൃഷ്ണൻ. അപ്പോൾ അതിനെ കൂടെ ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഭാരതത്തിൻ്റെ ഒരു നയമുണ്ട്, അതൊരു തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് ഒരു കാര്യത്തിലും ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതൊരു ഡയറക്റ്റ് ആണ്, സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക. ഇവിടെ ഇറാനും അമേരിക്കയ്ക്കും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ആവില്ല എന്നതാണ് കൂടുതൽ വ്യക്തമായി കാണുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥത എന്നത് പൂർണ്ണമായും മധ്യസ്ഥ രാജ്യമൊന്നുമല്ല. കേണൽ ഡിന്നി പറഞ്ഞത് തന്നെയാണ് ശരി. ഒരു പോസ്റ്റ്മാൻ്റെ റോളാണ്, ഒരു മെസ്സഞ്ചറുടെ റോള് മാത്രമാണ് പാകിസ്ഥാൻ വഹിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് ടൈം ഫോർ റഷ്യ, ചൈന, ഇന്ത്യ, ഈ മറ്റ് രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അവരൊക്കെ രംഗത്ത് വരികയും യുണൈറ്റഡ് നേഷൻസ് എവിടെയാണ്, മരിച്ചുപോയോ എന്ന ചോദ്യം വരുന്നു. വേർ ഈസ് യുണൈറ്റഡ് നേഷൻസ്? ഈ കട എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത്? ന്യായമായ ചോദ്യമല്ലേ ലോകം ചോദിക്കുന്നത്? അവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു പുതിയ ലോകക്രമത്തിൽ ഈ കാര്യങ്ങൾ തങ്ങളുടെ മേഖലയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഏഷ്യൻ കോണ്ടിനെന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അഭിപ്രായം പറയാൻ കഴിയണം. ഇപ്പോൾ പരമ്പരാഗതമായ നയം ഒരു പക്ഷേ ചേരിചേരാ നയമാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്, അതുമല്ലെങ്കിൽ ഇടപെടാതിരിക്കൽ നയമാണ്, തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് അനുവദിക്കാതിരിക്കൽ നയമാണ്. പക്ഷേ വേണ്ടി വന്നാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ ഇൻവോൾവ് ആണ് രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, ഇന്ത്യയുടെ 95 ലക്ഷം 1 കോടിയോളം ജനങ്ങൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നു, ഉപജീവനം കഴിക്കുന്നു. രണ്ട്, ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ ഏതാണ്ട് 30 മുതൽ 40% വരെ കടന്നു വരുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെ ഹോർമൂസ് കടന്നാണ്. ഈ രണ്ട് കാര്യങ്ങളാൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യം ഇതിൽ കൃത്യമായി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഇടപെടുക എന്നതല്ല, പക്ഷേ സംസാരിക്കാൻ, അമേരിക്കയുമായി സംസാരിക്കാൻ, ഇറാനുമായി സംസാരിക്കാൻ, ഇസ്രായേലുമായി സംസാരിക്കാൻ, ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിക്കാൻ, ഒരുപോലെ സംസാരിക്കാൻ ഇന്നത്തെ നിലയിൽ കഴിയുന്ന ഏക ലോക രാജ്യം ഭാരതമാണ്. ആ ഇനിഷ്യേറ്റീവ് ഇന്ത്യ ഏറ്റെടുക്കാനുള്ള സമയമായി എന്നതാണ്. പോളിസികളൊക്കെ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറയുന്ന പോലെ പോളിസികളൊക്കെ ആവശ്യാനുസരണം നമ്മുടെ രാജ്യത്തിന് താല്പര്യം കൊണ്ട് നോക്കിക്കൊണ്ട് മാറ്റേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടപെടലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു സമവായത്തിലേക്ക് എത്താൻ എല്ലാ രാജ്യങ്ങളോടും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടെല്ലാം ഒരുപോലെ സംസാരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ശരി, ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ താജ് ആലുവ, അതായത് ഇതുവരെ ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാൻ പറയുമ്പോൾ, ഏതാണ്ട് അമേരിക്ക ഞങ്ങളെ കൂടി സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന ഗൾഫ് മേഖലയിൽ ഇന്ന് കുവൈത്തിന് നേരെ നേരിട്ടൊരു ആക്രമണം സംഭവിച്ച സാഹചര്യത്തിൽ ഈ യുദ്ധത്തിനോട്, ഈ സംഘർഷത്തോട്, ഈ പ്രതിസന്ധിയോട് നിർവികാരമായി അതിനോട് പ്രതികരിക്കാൻ ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ അതേ നിർവികാരത നിലനിർത്തുകയാണോ അവർ ചെയ്യേണ്ടത്? ഇപ്പം നമുക്കറിയാം 92-93 ആ ഗൾഫ് യുദ്ധക്കാലത്ത് കുവൈത്തിൻ്റെ രക്ഷകരായി എത്തിയവരാണ് അമേരിക്ക. പിന്നീട് അങ്ങോട്ട് ഗൾഫ് മേഖലയിൽ ഓരോ രാജ്യത്തിനും ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നവരാണ് എന്ന മിഥ്യാബോധം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അവരെ കൊണ്ട് തന്നെ, അവരെ പ്രതി തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യത്തിലും ഇതുപോലെ മിണ്ടാതിരിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീ താജ് ആലുവ, ഇത് തന്നെയായിരിക്കുമോ അവർ തുടരാൻ പോകുന്ന നയം ഈ പ്രതിസന്ധി ഘട്ടത്തിലും? ഗോപകൃഷ്ണൻ, ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി, ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ആക്രമണം വാസ്തവത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നതും ഈ ഒരു ബന്ധത്തിലാണ്. അതായത് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സുരക്ഷാ കരാറ്, ആ കരാറിനെ തന്നെ ഏറ്റവും വളരെ നിഷേധാത്മകമായി ബാധിച്ച ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ എയർ ബേസുകളും അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളൊക്കെ അതിന്റെ ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് നേരെയുള്ള ഏതെങ്കിലും ആക്രമണങ്ങളെ തടുക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ സപ്പോർട്ടിനെത്തും എന്നതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഈ യുദ്ധത്തിൽ അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആ മിലിറ്ററി ബേസ് ഉള്ളത് കൊണ്ട് മാത്രം അവർ അതിരൂക്ഷമായ ആക്രമണത്തിന്, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന് വിധേയമാകുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പലതും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ UAE വ്യത്യസ്തമാണ്. UAE സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ ഉടമ്പടി അത് കൂടുതൽ ശക്തമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അമേരിക്കയുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളെ പുനഃപരിശോധിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ചയിലും അതിന് ആ ഒരു അവസ്ഥയിലുമാണ് അവരുള്ളത് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അടുത്ത് പുറത്തു വന്ന പല റിപ്പോർട്ടുകളും CNN-ഉം അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതായത് അമേരിക്കയുടെ 18ഓളം എയർ ബേസുകൾ, മിലിറ്ററി ബേസുകൾ അത് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ഏതാണ്ട് അവിടുത്തെ റഡാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ,
മറ്റെല്ലാ പിന്നെ സൈനികമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റുകളും പിന്നെ വളരെ വ്യാപകമായ രൂപത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. ഇതിന്റെ ഒരു അടുത്തൊരു ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു റീജിയണൽ പവറായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണോ അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇറാനെതിരെയുള്ള ഈ ആക്രമണം കൊണ്ട് അവർ ഉദ്ദേശിച്ചതിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു ഫലം അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിനെ ഏറ്റവും വളരെ ഒരു ന്യൂക്ലിയർ വെപ്പണിനേക്കാളും മാരകമായിട്ടുള്ള ഒരു ആയുധമായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഹോസ്റ്റേജ് ആയി പിടിച്ചുകൊണ്ട് ഇറാൻ അതിന്റെ ഹോർമുസ് കടലിടുക്കിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് ബാബൽ മന്ദബ്, യമൻ ചെങ്കടലിന്റെ ആ ഒരു ചോക്ക് പോയിന്റ്, ഈ ബാബൽ മന്ദബ് ക്ലോസ് ചെയ്യുമെന്ന് അവർ ഭീഷണിപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കൂടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലൂടെ ഒക്കെ കടന്നു പോകുന്ന പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾ, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ അത് തകർക്കും എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനൊക്കെ പുറമെ ഈ യുദ്ധത്തിന്റെ ഒരു സീസ് ഫയറിന് കഴിഞ്ഞ 98 ദിവസമായി തുടരുന്ന യുദ്ധത്തിന് ഇടയ്ക്കുണ്ടായിട്ടുള്ള ഈ സീസ് ഫയർ വെടിനിർത്തലിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാൻ അതിന്റെ മിസൈലിന്റെ സ്റ്റോക്ക് പൈലുകൾ വീണ്ടും നിറച്ചിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ട്, ആക്സിയോസ് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ 2 വർഷം തുടർച്ചയായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്ന രൂപത്തിൽ മിസൈലുകൾ ഇറാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായിട്ട് ഇവിടെ നേരത്തെ പിന്നെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചു, താങ്കൾ ഒരു ആർ യു ക്രേസി എന്ന് ട്രംപ് നെതന്യാഹുവിനോട് ചോദിക്കുകയും, എവ്രിവൺ ഹേറ്റ്സ് ഇസ്രായേൽ, എല്ലാവരും ഇപ്പൊ ഇസ്രായേലിനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു യുദ്ധം എത്തി നിൽക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അതാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ യുദ്ധത്തെ നോക്കിക്കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും താല്പര്യത്തിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും അതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് മാത്രമല്ല, ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്നതാണ് ട്രംപ് പോലും കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വരുമാനം, അതുപോലെ പ്രകൃതി വാതക വരുമാനം, അതൊക്കെ ഈ കഴിഞ്ഞ 3 മാസമായി നിലച്ചു പോകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ, പ്രത്യേകിച്ച് എണ്ണ വില വർധന മൂലം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന പരിശ്രമങ്ങൾ ഏറ്റവും ശക്തമായി തുടരേണ്ട സാഹചര്യത്തിൽ വാസ്തവത്തിൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക്, വീണ്ടും ഒരു ആക്രമണത്തിലേക്ക്, പ്രത്യാക്രമണങ്ങളിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പിന്നെ രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന പോയിന്റുകളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അവർ ആ യോജിക്കാവുന്ന പോയിന്റുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു പണി ഏതെങ്കിലും ഒരു മധ്യസ്ഥ രാജ്യം സ്വീകരിച്ചേ പറ്റൂ. പാകിസ്ഥാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരു രാജ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശക്തിയോ ഈ പറയുന്ന ഒരു ധൈര്യപൂർവ്വം ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരാത്തതിന്റെ കാരണം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ലെബനാനിലുള്ള താല്പര്യങ്ങൾ, ആ ലെബനാനിലെ താല്പര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ലെബനാനിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയെ തകർത്തെ അടങ്ങൂ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തുന്നു. പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ചെറിയ റഡാർ ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലി സൈന്യത്തെ നിരന്തരം ആക്രമിക്കുന്നു. അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള ആക്രമണം ഹിസ്ബുള്ള ഇപ്പോഴും അഴിച്ചുവിടുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ ട്രംപ് തന്നെ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ഈ ലെബനാനിലെ ആക്രമണം താങ്കൾ നിർത്തണം, അത് നിർത്തിയേ മതിയാവൂ എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് സാധിക്കാത്ത ഒരു ഈ കാര്യങ്ങളോടൊക്കെ, ഈ താങ്കൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളോടൊക്കെ ഞാൻ യോജിക്കുമ്പോൾ തന്നെ അമേരിക്ക ഈ കാര്യങ്ങൾ സ്ഥിരതയാർന്ന ഒരു നിലപാട് അവർക്കുണ്ടാകുന്നില്ല. അത് ഈ സമാധാന ചർച്ചകളെ അട്ടിമറിക്കുന്നു, അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് ഇറാനെയും ലോകത്തെയും
അവരുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു അമേരിക്ക എന്ന നിലയിൽ കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് ഇനി ഈ ചർച്ചകൾ കൊണ്ട് ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ഒരു സമീപനത്തിലേക്ക് ഇറാൻ എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോഴും അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയും സ്ഥിരതയുള്ള ഒരു നിലപാടുമുണ്ടോ എന്ന ചോദ്യവും ഇറാനെ സംബന്ധിച്ച് ഈ സമാധാന ചർച്ചകളെ വിശ്വസിക്കുന്നതിന് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. കേണൽ ഡിന്നി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം ഇനി പരിഹരിക്കാൻ സാധ്യതയുള്ളത്? ലോകത്തെവിടെ സംഘർഷമുണ്ടായാലും സമാധാനകാംക്ഷികൾ ഉറ്റുനോക്കുന്നത് ചർച്ചകളുടെ പുരോഗതിക്ക് വേണ്ടിയാണ്. അതിന് ശുഭകരമായ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് മുന്നിൽ വരുന്നു നിൽക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. കേണൽ ഡിന്നി, ഈ അഭിപ്രായ ഭിന്നതയും സംഘർഷവും അത് വ്യക്തികൾ തമ്മിലാകട്ടെ രാഷ്ട്രങ്ങൾ തമ്മിലാകട്ടെ അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഏക മാർഗം ചർച്ച ചെയ്യുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോഴും ഈ സമാധാനത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്ന സമാധാന കാംക്ഷികളൊക്കെ തന്നെ ചർച്ചയിലേക്ക് ആണ് ഉറ്റുനോക്കുന്നത്. അവിടെയാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഇസ്മയിൽ ബക്കായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ ആവശ്യങ്ങളും, അതായത് നിരന്തരം നിലപാട് മാറ്റുക, പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുക, മാധ്യമങ്ങളിലൂടെ വിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുക, ഇങ്ങനെ തുടങ്ങി കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയും ഫലപ്രദമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ചർച്ചയിൽ വിശ്വാസമില്ല എന്ന്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും ഈ ചർച്ചകളിലൂടെ പരിഹാരം കാണാമെന്ന നമ്മുടെ പ്രതീക്ഷയ്ക്ക് അവസാനമാവുകയാണോ? ഇനി സംഘർഷത്തിൻ്റെ വഴിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീ ഗോപി, എനിക്ക് തോന്നുന്നു ഒരു സംഘർഷത്തിനൊരു ലിമിറ്റ് വരും. കാരണം എക്കാലവും നമ്മൾ ഏതൊരു ലോകത്തിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സംഘർഷത്തിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ് വാർ ആയാലും ശരി, മറ്റ് യുദ്ധങ്ങളായാലും ശരി, അവസാനം ചർച്ചയിലൂടെ മാത്രമേ അതിന് പരിഹാരം കാണാൻ പറ്റൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെയും അവിടെ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തണം. പക്ഷെ അത് എത്തണമെങ്കിൽ ഈ രണ്ട് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ആളുകൾ, US ഇസ്രായേൽ ഒരു ബ്ലോക്ക്, ഇറാൻ്റെ മറ്റൊരു ബ്ലോക്ക്, അപ്പോൾ ഇവർ രണ്ടിനും ഒരു ധാരണ വരണം. പക്ഷെ ആ ധാരണ വരാത്തതിൻ്റെ ആ ഇറാനിയൻ സ്പോക്സ് പേഴ്സൺ പറഞ്ഞതിൻ്റെ ഒരു കാരണം അത് കറക്റ്റാണ്. കാരണം US പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു ആക്ഷൻസ്, എനിക്ക് തോന്നുന്നു ഇന്നലെയോ മെനിഞ്ഞാന്നോ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ശരിയാണ്, ഞാൻ ഇങ്ങനെയാണ്, ദിസ് ഇസ് ദ വേ ഐ ആം എന്ന് പുള്ളി തന്നെ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയും, തിരിച്ച് ഞാൻ വൈറ്റ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി മാറിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറിച്ച് പറയുന്നു അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഇറാൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. അതിനകത്തൊരു ലെജിറ്റിമസി ഉണ്ട്. കാരണം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഒമാനിൽ കണ്ടു, ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിൻ്റെ പല ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഞങ്ങൾ എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് എഗ്രിമെൻറ്റ് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇറാനിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നേതാവ് ആയിട്ട് ഞാൻ നല്ല കമ്മ്യൂണിക്കേഷനാണ്, നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു, എന്നിട്ട് വീണ്ടും അറ്റാക്ക്. അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തിക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു പ്രഷർ, അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നുള്ള പ്രഷർ വന്നാൽ മാത്രമേ അത് നിർത്തത്തുള്ളൂ. ഇപ്പോഴത്തെ റേറ്റിംഗ് അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന് ഏകദേശം 38% മാത്രമേ അപ്രൂവൽ ഉള്ളൂ. പക്ഷേ സർപ്രൈസിങ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് ഏകദേശം 62% ആളുകൾ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഡിസപ്രൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഏറ്റവും ഹയസ്റ്റ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേറ്റ് ഇന്നിപ്പം അമേരിക്കയിലുണ്ട്. അതായത് അവർ കോവിഡ് കാലത്ത് കണ്ട അതേ റേറ്റിലേക്ക് വന്നു. അപ്പോൾ അവിടെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമുക്ക് 2-3 കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നടക്കത്തില്ല, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് നടക്കത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കണം. ഒന്ന്, ഈ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് ഒരു കാരണവശാലും അത് ഇറാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഇപ്പം മറ്റേ JCPOA എന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് 2015 ഒബാമ സംസാരിച്ചപ്പം 2 വർഷത്തോളം ചർച്ച ചെയ്തിട്ടാണ് അതിന് എഗ്രിമെൻറ്റ് ചെയ്തത്. അത് 2018 ഡൊണാൾഡ് ട്രംപ് ഒറ്റ നിമിഷം കൊണ്ട് അത് തീർത്തു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തോക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇറാൻ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അത് നമുക്ക് തൊടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ക്യാപ്പബിലിറ്റി അവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ അവർക്ക് ഇല്ലാതാക്കാനോ എന്തിനാണ് അത് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റത്തുമില്ല, അല്ലെങ്കിൽ അവർ ചെയ്യത്തുമില്ല. അവരുടെ സസ്റ്റെയിൻ ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ ഉള്ള ഏറ്റവും 2 പോയിന്റാണ് അവിടെ എഗ്രിമെൻറ്റ് നടക്കാൻ പറ്റുന്നത്. ഒന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ആൻഡ് രണ്ടാമത്തെ ഹെസ്ബുല്ല ലബനനും അവിടെ ഉള്ള ആ ഒരു ഇഷ്യൂ, ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ. അവിടെ എനിക്ക് തോന്നുന്ന ഒരു എഗ്രിമെൻറ്റിന് സാധ്യതയുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ടെമ്പററി ഒരു സീസ് ഫയർ, അതായത് 2 പേരും ഈ ബ്ലോക്കേഡിൽ നിന്ന് മാറുകയാണെങ്കിൽ അവിടെ ഒരു സമാധാനത്തിലേക്ക് വരെയും
ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ഒരു എഗ്രിമെന്റ് ഓൾറെഡി സീസ് ഫയർ ഉണ്ട്, അതിന്റെ വയലേഷൻ നടന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഫയർ ചെയ്യുന്നത്. അവിടെയും ഒരു സീസ് ഫയർ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എഗ്രിമെന്റ് ഇല്ലാത്ത രീതിയിലേക്കുള്ള, അതായത് ഒരു ഡീൽ ഒന്നും എങ്ങും കാണത്തില്ല, പക്ഷെ ഒരു സീസ് ഫയറിലേക്ക് പോകും. ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അത് പ്രൊലോങ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റിക്കിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള അതിനകത്തൊരു എഗ്രിമെന്റ് വരാതെ ഇവിടുന്ന് ഫോഴ്സസ് ഒന്നും പുറത്തോട്ട് പോകാൻ പോകുന്നില്ല. അപ്പോൾ അത് ഈ ഒരു 2 കാര്യത്തിലെങ്കിലും നമുക്കൊരു എഗ്രിമെന്റ് വരികയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊരു പീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശരി, ഞാൻ വരാം ഡോക്ടർ മോഹൻ വർഗീസ്. അതായത് ഈ ഓപ്പറേഷൻ ശ്രീ മോഹൻ വർഗീസ്, അതായത് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ആകെ ചെലവ് പെന്റഗൺ പറയുന്നത് $29 ബില്യൺ എന്നാണ്. പക്ഷെ പിന്നീട് മറ്റു പല കണക്കുകളും അതിന് മുകളിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിലൊന്നും തന്നെ ഇറാന്റെ ആക്രമണത്തിൽ, അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയ ഈ സംഘർഷത്തെ തുടർന്ന് ഏതാണ്ട് 20 മുതൽ 28 വരെ ഉള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അതിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഒന്നും കണക്കാക്കാതെ ഉള്ള യുദ്ധത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് ചെലവായ തുകയാണ് ഈ $29 ബില്യൺ എന്ന് പറയുന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഗൾഫിലുടനീളമുള്ള അമേരിക്കയുടെ താവളങ്ങൾ ഇതിലും വലിയ അപകടാവസ്ഥയിലേക്ക് എത്തിപ്പെടാമെന്ന നിരീക്ഷണമാണ് ഈ പല രാജ്യാന്തര മാധ്യമങ്ങളും നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം അമേരിക്ക ആത്യന്തികമായി ട്രംപിന് കൈപൊള്ളുന്ന ഒന്നായിരിക്കുമല്ലോ. എന്നിട്ടും ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതിന് ഇസ്രയേൽ മാത്രമാണോ കുറ്റക്കാരൻ? ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ട്രംപിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ശ്രീ ഗോപികൃഷ്ണൻ, ദിസ് ഇസ് എ വെരി വെരി കോസ്റ്റ്ലി വാർ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പെൻസീവാണ്. അമേരിക്ക 31 ട്രില്യൺ ഇക്കോണമി. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇത് താങ്ങാനൊക്കും $29 ബില്യൺ. ഒരുപക്ഷെ ആത്യന്തികമായി ഇത് കണക്കൂട്ടി വരുമ്പോൾ 40-50 ബില്യൺ ആണ് ഇതുവരെ ചെലവായിട്ടുള്ളത്. എത്ര കാലം ഇതൊക്കെ മറച്ചു വെക്കാൻ കഴിയും? അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമല്ലേ? അവിടെ അവകാശങ്ങളില്ലേ? ജനം ചോദിക്കില്ലേ? എന്താണ് ജനത്തോട് പറഞ്ഞത്? ട്രംപിന് മാൻഡേറ്റ്, അമേരിക്കൻ ജനതയുടെ മാൻഡേറ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണത്തിനുള്ള മാൻഡേറ്റ് കൊടുത്തപ്പോൾ ട്രംപ് കൊടുത്ത ഉറപ്പെന്താണ്? അമേരിക്കയുടെ പണം വളരെ പ്രഷ്യസ് ആണ്, നികുതിദായകൻ്റെ പണം ഞാൻ വേണ്ടാത്ത രീതിയിൽ ചെലവഴിക്കില്ല, അമേരിക്ക ബാഹ്യ ലോകത്തുള്ള യുദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കും, തൻ്റെ മുൻഗാമികൾ കാട്ടിയ അബദ്ധങ്ങൾ താൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതേ അബദ്ധങ്ങളോ അതിനേക്കാൾ വലിയ അബദ്ധങ്ങളുമാണ് ട്രംപ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിൽ കണ്ടതാണ്, മുൻഗാമികളുടെ കാര്യത്ത് വർഷങ്ങളോളം നീണ്ടുനിന്ന കോൺഫ്ലിക്റ്റ് കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തലയൂരാൻ പെട്ട പാട് നമ്മൾ കണ്ടതാണ്. ഇറാഖിൽ എന്താണ് സംഭവിച്ചത്? ഇറാഖ് ചെറിയ ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി. അത് ISISന്റെ കയ്യിലേക്ക് പോയില്ലേ? ആഗോള ഭീകരതയെ ക്ഷണിച്ചു വരുത്തിയത് അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടലുകളല്ലേ? സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിരുന്നല്ലോ. ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരുന്നു. സദ്ദാമിനെ അട്ടിമറിക്കാൻ പറഞ്ഞ കാരണങ്ങളും തെറ്റായിരുന്നില്ലേ? ചരിത്രപരമായി അമേരിക്ക കാട്ടിയ ബ്ലണ്ടേഴ്സ് തിരുത്താൻ താനിതാ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ട്രംപാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധ പഞ്ചാംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ലിത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള കൊഹീഷൻ പോലും നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വന്നല്ലോ. GCCയുടെ ഏകോപനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈവൻ ലാർജർ സെൻസിൽ പറഞ്ഞാൽ ആ പ്രദേശത്തെ ആ രാജ്യങ്ങൾ തമ്മിൽ അജാന്ത ശത്രുതലായി മാറുകയല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വിശ്വസിക്കാത്ത രീതിയിൽ പൂർണ്ണമായ വിശ്വാസ തകർച്ചയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പണ്ട് ഡൊണാൾഡ് റീഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം ഡീൽ ചെയ്തോളൂ, ട്രസ്റ്റ് ബട്ട് വെരിഫൈ. ആദ്യം ഒന്ന് വിശ്വസിക്കുക, എന്നിട്ട് നമുക്ക് ഫാക്ട്സ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം ആത്യന്തികമായി ഡീൽ ചെയ്താൽ മതി. ഇതാണല്ലോ പഴയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ചിന്ത, പഴയ റൊണാൾഡ് റീഗൻ്റെ ചിന്ത. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും ട്രംപുമായി ഇടപെടുന്ന ഗൾഫ് രാജ്യങ്ങളായിക്കൊള്ളട്ടെ, ഇറാൻ ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, നിരന്തരം ഗോൾ പോസ്റ്റ് മാറ്റുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വാക്കുകൾ നമ്പി മുന്നോട്ട് പോയാൽ ഗതികേടിലാകും എന്നതാണ് അനുഭവം. ഏതായാലും നമുക്ക് ഒക്കെ ഒരേപോലെ പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് ഈ നയതന്ത്ര സംഭാഷണങ്ങളിലും അതുപോലെ സമാധാന ചർച്ചകളിലും ഒക്കെയാണ്. പല പല കാരണങ്ങളിൽ തട്ടി ഈ ചർച്ചകൾ പലവട്ടം അട്ടിമറിക്കപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും സമാധാന കക്ഷികൾ ഉറ്റുനോക്കുക ഈ ചർച്ചകളുടെ ഫലം ശുഭകരമായി മാറട്ടെ എന്നതാണ്. ആ ശുഭപ്രതീക്ഷ നമുക്ക് ഈ ഘട്ടത്തിലും ബാക്കി വയ്ക്കാം. അതേസമയം തന്നെ ഗൾഫ് മേഖലയെ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഇറാന്റെ ആക്രമണങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന
കൂട്ടായ തീരുമാനം എന്തായിരിക്കും, എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനി കഴിയുക തുടങ്ങിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ നേരെ മിഴിച്ചു നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.